Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് റെസിപ്പി ഉണ്ടാക്കുന്നതും നോൺ വെജിറ്റേറിയൻ ആണോ എന്ന് ചോദിച്ചാൽ ആന്നു കേട്ടോ. അത് എപ്പോഴും അയ്യോ എന്ന് പറയല്ല. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ വരുന്ന ഗസ്റ്റില്ലേ അത് കണക്കാക്കി തന്നെയാണ് ഞാൻ ഈ നോൺ വെജും വെജും ആയി മാറുന്നത്. പക്ഷേ എല്ലാവർക്കും ഒറ്റ സ്ട്രെച്ചിന് നോക്കുവാണെങ്കിൽ ആദ്യം എല്ലാവരും പറയുന്നത് എന്നാന്നോ നോൺ വെജിറ്റേറിയൻ മതി എന്നാണ് പറയുന്നത്. വെജിറ്റേറിയൻ വെരി റെയർ. പക്ഷേ എന്നാ ചെയ്യാനാണ് നമ്മുടെ ഇടയിൽ വെജിറ്റേറിയൻ ആൾക്കാർ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. പക്ഷേ അത് ഞാൻ ഇനി എന്താ പറയുക ഇനി പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ എന്നതേലും ഒക്കെ വെജിറ്റേറിയനിലെ നല്ല ഡിഷസ് പഠിച്ചേച്ചേ ഇനി ബാക്കി കാര്യമുള്ളൂ. എന്തായാലും ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഒരു റോസ്റ്റ് ആണ്. റോസ്റ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഈ ചിക്കൻ റോസ്റ്റ് ഒക്കെ നമ്മൾ ഫുൾ റോസ്റ്റ് അല്ലാതെ കേരള ചിക്കൻ റോസ്റ്റ് മലബാറി റോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പല റോസ്റ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഇറ്റാലിയൻ ടച്ചാണ് ചെയ്യാൻ പോകുന്നത്. അവർക്ക് ഒരുപാട് സ്പൈസസ് ഒന്നുമില്ല. പക്ഷെ അതിനകത്ത് വരുന്ന സ്പൈസ് എന്ന് പറയുന്നത് എന്നാ പറയുക ഉപ്പും കുരുമുളകും മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അത് എന്നാ അത് എന്നാന്നോ നമ്മുടെ തൈരില്ലേ തൈര് വെച്ചേച്ചാ ചേർക്കുന്നത്. ബട്ടർ മിൽക്ക് മീൻസ് തൈരല്ല മോരാന്നു. നല്ല മോര് വെച്ച് അതായത് നമ്മൾ തൈര് വെച്ചിട്ട് വെള്ളം ഉടച്ചെടുത്തേച്ചാലും മതി. അതിനകത്ത് ഉണ്ടാക്കുന്ന റോസ്റ്റ് ആന്നു. ഇത് നമ്മൾ ഭയങ്കര സ്പൈസി ആയിട്ടൊന്നും നല്ല കറുത്ത് ഇരുണ്ട അങ്ങനെ ഒന്നും ഇരിക്കുകയില്ല. ഒരു ലേശം സ്പൈസി ഉണ്ടാവത്തുള്ളൂ, ഒത്തിരി ഒന്നും ഉണ്ടാവുകയില്ല. പിന്നെ ആണെങ്കിൽ അതിൻ്റെ മെയിൻ ഫ്ലേവേഴ്സ് എന്ന് പറയുന്നത് എബ്രോഡ് ടേസ്റ്റ് ആണ്. അപ്പോൾ കുറച്ച് ഡിഫറൻസ് ആയിരിക്കും. ഇതിനകത്ത് മെയിൻ നമ്മൾ പാസ്ലേ ലീവ്സാണ് ചേർക്കുന്നത്. അതില്ലെന്നുണ്ടെങ്കിൽ മല്ലിയില ആയാലും മതി. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇച്ചിരി ഫാറ്റ് കൂടുതലുള്ള ഒരു ഡിഷാന്നു ഇത്. അവിടെയൊക്കെ ഇത് ഒത്തിരി കഴിക്കുന്ന എന്നാന്ന് വെച്ചാൽ അതേ വർക്കൗട്ട് അലോട്ട്. പക്ഷെ നമ്മൾ ഇന്ത്യക്കാരും പ്രത്യേകിച്ച് മലയാളികൾ അധികം വർക്കൗട്ട് ചെയ്യാലെന്നാണ് പറയുന്നത്, ഈ ഞാൻ ഉൾപ്പെടെ. ഇപ്പം അതെല്ലാം പോട്ടെ, നമുക്ക് ഇന്നിവിടെ ബട്ടർ മിൽക്ക് ചിക്കൻ റോസ്റ്റിന് വേണ്ടിയ സാധനങ്ങൾ എന്നാക്കിയാന്ന് നോക്കാം. ഇതിപ്പോൾ ശരിക്കും ലോലിപോപ്സ് ആണ് ഞാൻ മേടിച്ചേക്കുന്നത്. അത് എന്നാന്നറിയോ നമ്മുടെ ഡ്രം സ്റ്റിക്ക് ശരിക്കും പറഞ്ഞാൽ ചിക്കൻ ലെഗ്സ് ആണ്. ചിക്കൻ ലെഗ്സ് ആകുമ്പോഴത്തേക്ക് ഒരു മുഴുത്തതല്ലേ, അതിൻ്റെ കൂടെ കുറേ സാലഡും കൂടെ കഴിക്കുക. അതൊക്കെ ആന്നു നമ്മൾ ഇനി ഒരു ഡിന്നറിനാക്കാനുള്ളത്. അല്ലാതെ ഒരുപാട് ചപ്പാത്തിയും കഴിച്ച് ദോശയും കഴിച്ചൊന്നും എടുക്കല്ല. ഇങ്ങനെയൊക്കെ നമ്മുടെ ലൈറ്റ് ഫുഡ്സ് ആക്കിയാൽ മതി. ഇനി അടുത്ത വേണ്ട എന്നാന്ന് വെച്ചാൽ ഒരു ഇച്ചിരി ഉപ്പ്, പിന്നെ ആന്നേൽ കുറച്ച് കുരുമുളക്. കുരുമുളക് എന്ന് പറയുമ്പോൾ തനി കുരുമുളകല്ല, പൊടിയാ വേണ്ടിയേ. പിന്നെ ആന്നേൽ കുറച്ച് വെളുത്തുള്ളി. നമ്മൾ എന്തോരം ചിക്കനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അത് കണക്കാക്കി. പിന്നെ ഒരു ഇച്ചിരി ഒലീവ് ഓയിൽ. ഒലീവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ മതി. കുറച്ച് ബട്ടർ. പിന്നെയാണ് ഞാനിവിടെ തൈരാണ് എടുത്ത് വെച്ചേക്കുന്നത്. അത് നമുക്കൊരു ഇച്ചിരി വെള്ളവും കൂടെ ചേർത്താൽ മോരാവുന്നേ ഉള്ളൂ. പക്ഷെ മോരെന്ന് നമ്മുടെ നാട്ടിൽ പറയുമ്പോഴത്തേന് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടേച്ചാ മോരെന്ന് പറയുന്നത്. പക്ഷെ ആ ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും ഒന്നും ഇടാതെ നമ്മൾ തനി മോരാക്കുകയല്ലേ. ഉപ്പ് പോലും ഇടരുത്. അതങ്ങനത്തെ ലസ്സി ആകുമ്പോഴത്തേക്ക് ഇച്ചിരി മധുരമുണ്ട്. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ എടുക്കാൻ. ഇതിനകത്തോട് ഞാനൊരു ഇച്ചിരി വെള്ളം കൂടെ ചേർക്കും. ഇതിപ്പോൾ ഫ്രഷ് പാസ്ലേ ലീവ്സ് ആന്നു. ഡ്രൈ ആണ് നമ്മുടെ ഉള്ളെങ്കിൽ അത്. പിന്നെ കുറച്ച് ചീസ്. പിന്നെ വേണ്ടത് കുറച്ച് ഫ്രഷ് ക്രീമാണേ. ഇത്രയും സാധനമാണ് വേണ്ടത്. ഈ സാധനം ഇൻഗ്രീഡിയൻസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അന്നേരം അറിയാം ഇത് കുറച്ച് ഫാറ്റ് കണ്ടന്റ്, അതായത് ഒരു റിച്ച് ഫുഡാണ്. റിച്ച് ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ഫാറ്റ് കണ്ടന്റ്സ് കൂടുതലുണ്ടാവും. ഒരു റിച്ച്നെസ് കൂടുന്നത് ക്രീം, കാഷ്യൂ, ബട്ടർ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കയറുമ്പോഴത്തേനാണ് റിച്ച് കൂടുന്നത്. ഇതനുസരിച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. കലോറീസ് കൂടുതലാന്നു. പക്ഷേ ഈ ഒരു ടേസ്റ്റ് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുണ്ടാക്കി നോക്കിയാലല്ലേ ഒക്കത്തുള്ളൂ. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഉപ്പും കുരുമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് ഒന്ന് പുരട്ടി വെക്കാം. ഒത്തിരി അല്ല കേട്ടോ. ഇത് ലോലിപോപ്സ് മേടിച്ച് എന്നാന്ന് വെച്ചാൽ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ലോലിപോപ്സ് ആന്നു കൂടുതൽ ഇഷ്ടം. സ്റ്റാർട്ടറായിട്ട് നമ്മൾ ഉണ്ടാക്കുവാന്നേൽ ലോലിപോപ്സ് ആന്നു ഏറ്റവും നല്ലത്. മറ്റേ ഡ്രം സ്റ്റിക്ക് അതായത് ചിക്കൻ ലെഗ്സ് ആണെന്നുണ്ടെങ്കിൽ മേടിക്കുന്നതെന്ന് വെച്ചാൽ അത് നമുക്കൊരു ഡിന്നറാക്കി എടുക്കാൻ പറ്റും. പക്ഷേ ഇതാന്നേൽ ഡിന്നറിനോളം നമുക്ക് വയറ് നിറയുകയില്ല. ലെഗ്സ് ആണ് ഏറ്റവും നല്ലത്. ഇനി ഇതിനകത്തോട്ട് ഇത്രയത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം. എന്നാന്ന് വെച്ചാൽ ചീസിനകത്ത് ഉപ്പുണ്ടേ.
അത് മാത്രമേ ഉപ്പുള്ളൂ. ക്രീമിനകത്തൊന്നും ഉപ്പില്ല, അതുകൊണ്ട് നമുക്ക് ഉപ്പ് വേണം. കുറച്ച് വെളുത്തുള്ളി. ഈ വെളുത്തുള്ളി ആക്ച്വലി നമ്മുടെ ആ ചിക്കനേൽ പിടിക്കുകയല്ല, പക്ഷെ എന്നാലും അതിൻ്റെ ഒരു മണവും അതിൻ്റെ ഒരു ഫ്ലേവറും ആ ചിക്കനകത്തോട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ ഒരു 2 ടീസ്പൂൺ ഒലീവ് ഓയിലും കൂടെ ചേർത്ത് വെച്ച് നമ്മുടെ ചിക്കനെ ഈ ലോലിപോപ്പ് നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേന് എപ്പോഴും സോഫ്റ്റ് ആയിട്ടേ ചെയ്യാവുള്ളൂ. ഇത് ശരിക്കും എന്താ അറിയോ, അല്ലെങ്കിൽ ആ എല്ലേന്ന് അങ്ങ് വിട്ടുപോകും. ഇത് ഇനി ഒരുപാട് നേരം ഒന്നും പെരട്ടി ഒന്നും വെക്കേണ്ടി വരികയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് പിടിക്കാനും മാത്രം ഒന്നും ഇല്ല. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാൻ എടുത്തേച്ച് ഉടനടി തന്നെ പെരട്ടി വെച്ചേച്ച് അടുത്തത് തുടങ്ങിയേച്ചാൽ മതി. ഈ പാൻ അങ്ങോട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ഒലീവ് ഓയിൽ, ഒരു 2 ടീസ്പൂണോളം ഒലീവ് ഓയിൽ ഒഴിച്ച് ഇതിനകത്തോട്ട് 1 ക്യൂബോ അല്ലെങ്കിൽ 2 ക്യൂബ്, നമുക്ക് എത്ര ചിക്കനാണ് ഉള്ളതെന്ന് നോക്കി വെച്ചാൽ അത് കണക്കാക്കിയിട്ട് ഒരു 2 ക്യൂബാണ് ഞാനിവിടെ ഇട്ടേക്കുന്നത് ബട്ടറ്. അതും കൂടെ അങ്ങോട്ട് മെൽറ്റായി കഴിയുമ്പോൾ നമ്മുടെ ഈ പെരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതിനെ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം, ഒന്ന് മൊരിച്ചെടുക്കണം. ആ ചിക്കൻ ലെഗ് ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നമുക്ക് അതിനുള്ളൊരു ഇത് കിട്ടും. ഇത് പക്ഷെ പെട്ടെന്ന് മൊരിഞ്ഞു കിട്ടും. മാത്രമല്ല ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ പൊട്ടിപ്പോരും. ഇങ്ങനത്തെ ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോണ്ടല്ലോ ബട്ടർ ഇടുമ്പോഴാണ് ഏറ്റവും നല്ല ടേസ്റ്റ് വരുന്നത്. നമ്മുടെ കൂട്ട് നല്ല എരിവോ ഭയങ്കര അങ്ങനെയൊന്നും അല്ല. നമ്മൾ പക്ഷെ നമ്മുടെ നാട്ടിലിരുന്ന് കഴിക്കുന്ന കൂട്ടൊന്നും ഇത് കഴിക്കരുത്. നമ്മൾ വെള്ളി രാജ്യത്തൊക്കെ പോയിരുന്ന് കഴിക്കത്തില്ലേ എന്ന് പറഞ്ഞ കൂട്ട് വേണം ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാനേ. ഇതിനകത്തോട്ട് നമ്മൾ ആ പെരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ഇടണം. ചിക്കൻ വറുക്കാൻ ഇടുമ്പോൾ ബേസിക്കലി ഉണ്ടല്ലോ ഈ ചിക്കനേന്ന് തന്നെ വെള്ളം ഊറും. പക്ഷേ ആ വരുന്ന ആ ചിക്കനേന്ന് ഊറുന്ന വെള്ളം ഉണ്ടല്ലോ അത് നമ്മൾ അങ്ങ് സ്റ്റോർ ചെയ്തേച്ച് പെട്ടെന്ന് നമുക്ക് ഇത് മൊരിച്ചെടുക്കാൻ നോക്കുവേ. അല്ലെങ്കിൽ വെള്ളം വറ്റിയേച്ച് മൊരിയാൻ നിന്നാൽ ഒരുപാട് സമയം എടുക്കും. അഥവാ ചിക്കൻ സ്റ്റോക്ക് വരുവാന്നേൽ ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ അതിനെ ഇങ്ങനെ ഉറ്റു നോക്കിക്കൊണ്ടൊന്നും ഇരിക്കണ്ട, സ്റ്റോക്ക് വരുന്നില്ലല്ലോ എന്ന് മറിച്ചിട്ടു. ഇപ്പം നമ്മൾ ഒരു ചെറിയ തീയൽ ഇടുവാന്നെങ്കിലും ഉണ്ടല്ലോ അതിനകത്ത് ഉണ്ടാവുന്ന ഒരു പ്ലസ് പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. എന്നാന്ന് വെച്ചാൽ ചിക്കൻ്റെ സ്റ്റോക്ക് ഇതിനകത്ത് നിന്ന് ഊറും. അങ്ങനെ നമുക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം. ഇപ്പം ഞാൻ ചിക്കൻ്റെ സ്റ്റോക്ക് ചേർക്കുവാന്നേൽ ഇച്ചിരി കൂടി ഒരു രുചി വരും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് രുചി കൂട്ടി തന്നെ നമ്മുടെ ചിക്കൻ റോസ്റ്റ്, അതായത് ബട്ടർ മിൽക്ക് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം അല്ലേ. അതല്ലേ കുറച്ചുകൂടെ നല്ല. എന്നായാലും നമ്മൾ മെനക്കെടുവല്ലേ, അന്നേരം നമുക്ക് അതിൻ്റെ ചിക്കൻ്റെ സ്റ്റോക്കോട് കൂടി തന്നെ നമുക്ക് ഈ ചിക്കൻ അങ്ങോട്ട് മൊരിച്ചെടുക്കാം. ഞാൻ ആ ചിക്കൻ ഉണ്ടല്ലോ വേവാൻ നേരം ഇച്ചിരി നേരം അടച്ചിട്ടു. പക്ഷേ ഞാൻ വിചാരിച്ചെന്താ പറയുക, ഇത് ലോളിപോപ്പ് ആവുന്നതുകൊണ്ട് ഒരുപാട് സമയത്തേക്ക് അത് ഈ പറഞ്ഞ കൂട്ട് വെള്ളം ഊറി വന്ന് നമ്മൾ ആ ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിൽ ഒരൊറ്റ പ്രശ്നമേ വരത്തുള്ളൂ. ലോളിപോപ്പ് ബേസിക്കലി നമ്മുടെ വിങ്സിലെ ഇറച്ചിയുടെ വിങ്സിനെ തിരിച്ച് റിവേഴ്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഈ ലോളിപോപ്സ് എന്ന് പറയുന്ന സാധനം. അതിനെ ഞാൻ നേരത്തെ പറഞ്ഞ കൂടെ ഒരുപാടിട്ട് പ്രയത്നപ്പെടുത്തി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവേ, എല്ല് വേറെ കഷ്ണം വേറെ ആയിട്ട് മാറിപ്പോവും. അപ്പോൾ അതിലും ഭേദം ഞാൻ അതിനെ അധികം ഉപദ്രവിച്ചിട്ടില്ല. ഇപ്പം ഞാൻ സ്റ്റോക്ക് എടുത്തിട്ടില്ല. അതിന് പകരം നമുക്ക് എന്നാ ചേർക്കാമെന്ന് വെച്ചാൽ ഇച്ചിരി വെള്ളം ചേർത്താൽ മതി. സ്വാദ് വ്യത്യാസമൊന്നും വരികയില്ല. ഇനി സെയിം ഓയിലിൽ തന്നെ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ക്യൂബ് ബട്ടർ ഇടുക. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി തൈര്, ഒത്തിരി ഒന്നും വേണ്ട, ഒരു ഇച്ചിരി.
തൈരിന് നല്ല പുളിയാന്നേൽ ഒരുപാട് നാരങ്ങാ നീരൊന്നും ചേർക്കണ്ട. അഥവാ പുളി കുറവാന്നേൽ ഒരു ഇച്ചിരി നാരങ്ങാ നീര് ചേർത്തു. ഇത് എനിക്കിപ്പോൾ മീഡിയം ആയതുകൊണ്ട് ഞാൻ നാരങ്ങാ നീര് ചേർക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ പുളിയുടെ അളവനുസരിച്ച് ചേർത്താൽ മതി. ഇനി ആണെങ്കിൽ ഈ തൈരിൻ്റെ നമ്മൾ ബേസിക്കലി തൈരിന് ഒരു ഇച്ചിരി വെള്ളമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളാണെങ്കിൽ ഇപ്പോൾ അത് ബട്ടർ മിൽക്ക് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഒന്ന് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം ഒന്ന് പോകണം, അത്രേ ഉള്ളൂ. ഒരുപാട് പോലെ നമ്മൾ സ്റ്റോക്ക് ചേർക്കാത്തതുകൊണ്ട് ഒരുപാട് വറ്റിക്കാനും പാടില്ല. എന്നാൽ ഇച്ചിരി ഒന്ന് ആ വെള്ളം പോവുകയും വേണം. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പും ഇച്ചിരി കുരുമുളകും. ബട്ടറിന് ഉപ്പുള്ളതാണ്, അതുകൊണ്ട് ഒരു നുള്ളു ഉപ്പ് ഇടുന്നുള്ളൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അതേപോലെ തന്നെ കുരുമുളക്. ഈ മോരിനകത്ത് തന്നെ നമുക്കൊരു ഇച്ചിരി പാസ്ലി ലീവ്സ് ഇടണം. അതെന്നാന്നറിയോ, അതിൻ്റെ ആ ഒരു എന്നാ പറയുക ഫ്ലേവറും കൂടെ വരാനുള്ളതാണ്. ഇതിനകത്ത് എരിവ് എന്ന് പറയുന്നത് കുരുമുളക് മാത്രമേ ഉള്ളൂ. അത് കണക്കാക്കി കുരുമുളക് ചേർത്തോണം. ഇത് ഒരുപാട് സ്പൈസിയും അല്ല, അതുകൊണ്ട് കുരുമുളകിൻ്റെ അളവും ശ്രദ്ധിച്ചോണം. നമ്മുടെ നാട്ടിലെ റോസ്റ്റ് പോലെ ഭയങ്കര സ്പൈസി ഉള്ള സാധനമല്ല ഇത്, ഇറ്റാലിയൻ ആണ്. അതുകൊണ്ട് എന്നാ പറ്റുന്നതെന്ന് വെച്ചാൽ അവരൊന്നും ഒരുപാട് സ്പൈസി കഴിക്കുന്ന കൂട്ടത്തിലുള്ളതല്ല. നമ്മൾ മാത്രമേ ഉള്ളൂ ഇച്ചിരി സ്പൈസ് ആയിട്ട് കഴിക്കുന്നത്. അതുകൊണ്ട് കുരുമുളകിൻ്റെ അളവും നമ്മൾ ശ്രദ്ധിച്ചോണം. ഇത് ഏകദേശം വേണ്ടേ, ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയായിരുന്നേ. ഇതിനകത്തോട്ട് ഞാൻ എൻ്റെ ചിക്കൻ ഇടാൻ പോവാം. ഈ ചിക്കനും ഇട്ടേച്ച് ഫ്രഷ് ക്രീം, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചുകൂടെ പാസ്ലി ലീവ്സ് ഇടാം. വെളുത്തുള്ളി ഞാൻ നേരത്തെ ചേർത്തിട്ടുണ്ട്. എനിക്ക് വെളുത്തുള്ളിയുടെ നല്ല മണം ഇതിനകത്തുള്ളത് കൊണ്ട് ഞാൻ ഇനി ഒരുപാട് ചേർക്കുകയില്ല. എനിക്ക് ഇത്രയും മതി. അഥവാ ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുവാന്നേൽ ഇച്ചിരിയും കൂടി ചേർക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ. അത് ചേർക്കുവാന്നേൽ ഇതെല്ലാം ചേർക്കുന്നതിന് മുന്നേ, അതായത് നമ്മൾ ബട്ടർ ഇടുകയല്ലേ, ആ സമയത്ത് ഇച്ചിരി ഒന്ന് വെളുത്തുള്ളി ഒന്ന് കുറച്ചുകൂടെ ഒന്ന് മൂപ്പിച്ചിട്ടേച്ചാൽ മതി. ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി എന്നാ പറയുക ചീസും കൂടെ ഗ്രേറ്റ് ചെയ്തിടണം. ചീസ് ഗ്രേറ്റ് ചെയ്തിടുന്ന ഒക്കെ നമ്മുടെ ഈ ചീസ് എത്ര ഇടുന്നോ അത്രയും ടേസ്റ്റ് കൂടും. പക്ഷേ ഈ പറഞ്ഞ കൂട്ട് അതിൻ്റെ ആ അളവും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഇതിന് ഉപ്പുണ്ട്, അപ്പം അതും ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കാം. പിള്ളേർക്കൊക്കെ ആന്നേലുണ്ടല്ലോ ഒത്തിരി ചീസൊക്കെ ഇടുവാന്നേൽ ഒത്തിരി നല്ലതാ. ഇനി എന്നാന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, ഒരു ഈ ചേർത്തേക്കുന്ന ഗ്രേവി എല്ലാം കൂടെ ചിക്കനേലൊന്ന് പിടിച്ചേച്ച്, അതായത് ഒരു സോസ് മാത്രമേ പാടുള്ളൂ, അത്രയും കോട്ടിങ് മാത്രമേ ഈ ഗ്രേവിക്ക് പാടുള്ളൂ. ഇനി എന്നാന്ന് വെച്ചാൽ അത് അടച്ചിട്ടേച്ച് ആ ഉപ്പും പുളിയും എരിവും, ദാറ്റ് ഈസ് ബട്ടർ മിൽക്കും ഉപ്പും എരിവ് എന്ന് പറയുന്നത് പെപ്പറാന്നു, അതും കൂടെ നമ്മുടെ ചിക്കനെ പിടിച്ചിട്ട് നമുക്ക് ചിക്കനെ പിടിക്കുക. പിന്നെ നിറച്ച് പാസ്ലി ലീവ്സ് ഇടുക. ഇത്രയും മാത്രമേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ ആലോചിക്കും, അയ്യോ ഇതെന്നാ റോസ്റ്റാ, ഇതിനകത്താണെങ്കിൽ ഒരു ഉപ്പ് എരിവും പുളിയും ഒന്നും കാണുമായിരുന്നു. പക്ഷേ ഇറ്റ്സ് ടേസ്റ്റ് വെരി ഗുഡ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ, അന്നേരമല്ലേ നമുക്ക് ആ ടേസ്റ്റിനെ പറ്റി അറിയാൻ ഒക്കത്തുള്ളൂ. ഇനി ഇതൊന്ന് ഇച്ചിരി നേരം ഒന്ന് പിടിച്ചോട്ടെ. ഇത് കുറച്ചു നേരം നമുക്കൊന്ന് അടച്ചിടാവേ. അടച്ചിട്ടേച്ചു നെക്സ്റ്റ് അതിനകത്തെല്ലാം ഒന്ന് പിടിക്കണ്ടായോ, ഒത്തിരി നേരം വേണ്ട, ഒരു 5 മിനിറ്റ്സോളം മതി. അപ്പോഴത്തേക്ക് ആ ബട്ടർ എല്ലാം അങ്ങ് തെളിയും, മേളി വരും. അന്നേരത്തെ അങ്ങ് ഓഫ് ചെയ്തേക്കണം. സോസ് എന്ന് പറയുന്ന ഒരു തിക്ക് കൺസിസ്റ്റൻസി, അതായത് ചുമ്മാ ഒന്ന് കോട്ട് ചെയ്തിരുന്നേച്ചാൽ മതി ചിക്കനിൽ, അത്രേ ഉള്ളൂ. ഇത് 5 മിനിറ്റ് ലോ ഫ്ലെയിമേ ഇവിടെ ഇരിക്കട്ടെ. ആ സമയത്ത് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കാം. ജ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ, ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആണേ, ഒരുപാട് മാങ്ങ കിട്ടുവാന്നേൽ നമുക്ക് എക്സ്ട്രാ കിട്ടുകയാണ് എങ്കിൽ നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കാം. ആ ജ്യൂസ് എങ്ങനെയാ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പം ഞാനിവിടെ കുറച്ച് നല്ല പഴുത്ത മാങ്ങായാണ് മേടിച്ചേ. പിന്നെ ആന്നേൽ ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസൺ ആന്നു, ഇച്ചിരി ഓറഞ്ച്, കുറച്ച് വാനില ഐസ്ക്രീം, പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി നാരങ്ങാ നീര്,
കുറച്ച് ഐസ് ക്യൂബ്സ്, പിന്നെ വേണ്ടിയത് കുറച്ച് മിന്റ് ലീവ്സ്. മിന്റ് നമുക്ക് ആ ജ്യൂസിനകത്ത് അടിക്കാനല്ല, ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാനാ. അതല്ല മിന്റിന്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇടുന്നതുകൊണ്ട് തിരക്കേടൊന്നുമില്ല. പിന്നെ ഒരു ഇച്ചിരി സോഡ, അത് ആ ഒരു ഫെർമെന്റേഷൻ വരാൻ വേണ്ടിയിട്ട് മാത്രം. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാങ്ങ എത്ര എടുക്കുന്ന ക്വാണ്ടിറ്റി എത്രയാണോ ആ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ തന്നെ ഓറഞ്ച് എടുക്കുകയോ, ഓറഞ്ച് ആയിട്ട് എടുക്കുവാന്നേൽ അരിച്ചെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ജ്യൂസ് ആന്നേൽ അങ്ങനെയും നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. മറ്റത് അരിക്കുക. അതല്ല അതിൻ്റെ ഫൈബർ കണ്ടന്റ് അകത്ത് പോകണം എന്നാണ് പറയുന്നത്, ഏറ്റവും നല്ലതാണെന്ന് പറയുന്നത്. ഓറഞ്ച് എപ്പോഴും അകത്തെ അല്ലികൾ മാത്രം പിള്ളേർക്ക് കൊടുക്കരുത്, ഫുൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫൈബർ ഉള്ളിച്ചില്ലെന്ന് ഒട്ടും നല്ലതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പം ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹെൽത്തി ആയിട്ട് തന്നെ തിങ്ക് ചെയ്യാം. മറ്റേത് ഒരു ഇച്ചിരി അൺഹെൽത്തി ആന്നേ പോലും ഇതിവിടെ കുറച്ച് ഹെൽത്തി ആയിട്ട് തിങ്ക് ചെയ്യാം. ഓറഞ്ചിനാന്നേലും നല്ല പഴുത്ത ഓറഞ്ച് ആയിരിക്കണം, ഇച്ചിരി മധുരമുള്ള കൂട്ടത്തിലായിരിക്കണേ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഐസ്ക്രീം ഇടുന്നതിന് മുന്നേ ഞാൻ ഇതിനകത്ത് ഒരു ഇച്ചിരി നാരങ്ങാനീരും കൂടെ ഒഴിച്ചേച്ച് ആദ്യം നമുക്കിതിനെ തിക്ക് പേസ്റ്റ് ആയിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഒരു 1.5 ടീസ്പൂണോളം നാരങ്ങാനീര് മതി. ഇതിനെ ആദ്യം ഒന്ന് തിക്ക് പേസ്റ്റ് ആയിട്ട് അടിച്ചതിന് ശേഷം നെക്സ്റ്റ് സോഡ ഒഴിക്കണം. സോഡ ഒഴിച്ചതിന് ശേഷം ഐസ് ക്യൂബ്സ് ഇടണം. ഐസ് ക്യൂബ്സ് മുഴുവൻ ഇടരുത്, ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞുതരാം, അതാണ് നല്ല. ആദ്യം ഓറഞ്ചും മാംഗോയും നാരങ്ങാനീരും. ഒരു തിക്ക് പേസ്റ്റ് ആണ് ഇപ്പം. ഇതിനകത്തോട്ട് കുറച്ച് സോഡ, നെക്സ്റ്റ് ഈ സോഡ അടിക്കണം. ഇതിനകത്ത് നെക്സ്റ്റ് നമ്മുടെ ഐസ്ക്രീം. ഫ്രൂട്ട്സിന്റെ മാത്രം മധുരേ ഉള്ളൂ, പിന്നെ ഐസ്ക്രീമിന്റെ മാത്രമേ ഉള്ളൂ. അഥവാ നമുക്കൊരു ഇച്ചിരി വേണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ടേച്ചാൽ മതി. ഇനി നമ്മുടെ ആ ഐസ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ഐസ് ക്യൂബ്സ്. മുഴുവൻ ഇടരുത്, ഹാഫ് ഇതിനകത്തും ഹാഫ് നമ്മുടെ ഗ്ലാസ്. അപ്പൊ നല്ല തണുപ്പുണ്ട്. ഈ സമയം ഞാൻ 5 മിനിറ്റ് ഇവിടെ ആക്കിയിട്ടുള്ളൂ. ഇപ്പോഴത്തേക്ക് എൻ്റെ ആ ബട്ടറൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഓഫ് ചെയ്തു. ഇനി എനിക്ക് പ്ലേസ് ചെയ്യാനും പ്രസൻറ്റേഷനും മാത്രമേ ഉള്ളൂ. അതിനൊരു ഇച്ചിരി സമയം എന്നാണെന്നറിയോ, ആ പ്രസൻറ്റേഷനിലാണെന്നല്ലോ ഏതൊരു ഡിഷിൻ്റെയും ഏറ്റവും നല്ല ഭംഗി വരുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് അങ്ങനെയാണ്. ഇന്ന് വരാൻ പോകുന്ന ഗസ്റ്റ് ആരാന്ന് വെച്ചാൽ തസ്നി ഖാനാണ് ഇന്നിവിടെ വരാൻ പോകുന്നത്. തസ്നിയെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ ഫിലിം ഫീൽഡിൽ വന്ന അന്ന് തൊട്ട് ഞങ്ങൾ ഭയങ്കര ഡീപ്പ് ഫ്രണ്ട്സ് ആയിരുന്നു. ഞങ്ങൾ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ, അഭിനയിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആയത് ഞാൻ ഫസ്റ്റ് ടൈം ദുബായി പോകുമ്പം എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ടായിരുന്നു. എനിക്ക് ആദ്യമായിട്ട് ഞാൻ ദുബായി പോകുമ്പോൾ എനിക്കെല്ലാം പറഞ്ഞു തരുന്നതും അതിങ്ങനെ ദാ എന്നൊക്കെ പറഞ്ഞു തരുന്നതും ഒക്കെ തസ്നീം ബീനയും കൂടെ ആയിരുന്നു. പിന്നെ അന്നെങ്കിൽ മാത്രമല്ല സ്റ്റിൽ ദൈവം അനുഗ്രഹിച്ച് ഈ നിമിഷം വരെ ഞങ്ങൾ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആകും. അപ്പം ഞങ്ങളുടെ അനീസ് കിച്ചൻ ഞാൻ തുടങ്ങിയപ്പോഴത്തേ തന്നെ എന്നെ എല്ലാം വിളിച്ച വിശേഷങ്ങളും ഇവിടുത്തെ വിശേഷം അങ്ങോട്ട് പറയലും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നമുക്കിങ്ങനെ പറഞ്ഞാൽ പോരാ, എൻ്റെ അടുക്കളയിലേക്ക് ഒരു ദിവസം വരുമെന്ന് പറഞ്ഞു. അപ്പം ഇപ്പോൾ ഒരു സമയം കിട്ടിയപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ വരുവാന്ന് പറഞ്ഞേക്കുക. അന്നേരം തസ്നീനെ പറ്റി കൂടുതൽ പറയാനാണെങ്കിൽ അല്ലാതെ തന്നെ നമുക്ക് തസ്നീക്ക് ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ കുറിച്ചും ഒക്കെ നമുക്ക് നല്ലോണം അറിയാവുന്നതാണ്.
ഈ പറഞ്ഞ പോലെ ക്യാരക്ടർ വൈസ് നമുക്കറിയാം. പിന്നെ അല്ലാതെ ഇന്റർവ്യൂസിലൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ആനീസ് കിച്ചണിൽ വരുമ്പോൾ ഫോർമൽ ഇന്റർവ്യൂ ആയിരിക്കത്തില്ല. ഞങ്ങൾ കൂട്ടുകാരികൾ വർത്താനം പറയുന്ന കൂട്ടേ വർത്താനം പറയത്തുള്ളൂ. പിന്നെ അടുക്കളയുടെ ഭംഗി നോക്കാനായിട്ടാണ് എന്നേലും ഒരു കുറ്റം പറഞ്ഞാലും തിരിച്ച് ഞാൻ 2 വർത്താനം പറയുമ്പോഴത്തേന് പിന്നെ ഒന്നും പറയുകയല്ല. എന്നാലും ആദ്യമായിട്ട് വരുമ്പോൾ നമുക്കൊരു ഗുഡ് ഇംപ്രഷൻ വേണ്ടേ? അപ്പം ഞാൻ നല്ലൊരു ഇംപ്രഷൻ കിട്ടാൻ വേണ്ടി എൻ്റെ അടുക്കള ഒന്ന് വൃത്തിയാക്കിക്കോട്ടെ. നമ്മൾ ഈ ചിക്കൻ റോസ്റ്റ് ഇപ്പം നമ്മൾ ആ നാട്ടിൽ കാണുന്ന കൂട്ടല്ല, ഞാൻ അതിനെ പ്രസൻറ്റ് ചെയ്തേക്കുന്ന ഇങ്ങനാന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് വലിയൊരു എന്നാ പറയുക, ഒരു ചിക്കൻ കാലൊക്കെ ആന്നേൽ കുറച്ചുകൂടി ഒരു ഹെവിയാണ് ഡിന്നറിന് കഴിക്കാൻ. ഇത്രയൊക്കെ പാടുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ എന്നും കഴിക്കുന്നതിനെക്കാട്ടിലും കുറച്ചൊരു എൻറ്റയർലി ഡിഫറെൻറ്റ് ടേസ്റ്റാന്നു ഇതിനുള്ളത്. വീട്ടിലുണ്ടാക്കി നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ തെസ്നി വരുമ്പോൾ കഴിച്ചേച്ച് അതിൻ്റെ റിസൾട്ട് പറയുമല്ലോ, അപ്പം അറിയാമല്ലോ അതിന് എന്നാ രുചി എന്നുള്ളത് അന്നേരം അറിയും. ഹലോ ഹലോ, വരൂ 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 വരൂ. ഇത്ര കാലായി കണ്ടിട്ടല്ലേ? കാലം, അതാ ഒരുപാട് കാലായി ഈ ഇത്രയും മനോഹരമായ കിച്ചണിൽ എനിക്ക് വരാൻ. ഒരുപാട് താമസിച്ചു പോയി ഞാൻ. പിന്നെ തിന്നാണ്ട് വിശേഷം? നല്ല മമ്മിക്ക് സുഖമായിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഏകദേശം ഞാൻ ആദ്യമായിട്ട് ദുബായി പോയപ്പം എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് തെസ്നിയാണ്. അന്ന് തുടങ്ങിയ ബന്ധം ദൈവം അനുഗ്രഹിച്ച് ഇന്ന് വരെ ഈ നിമിഷം വരെ ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു അല്ലേ? ഡാൻസ് ഒക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. എന്റെ ഡാൻസ് പഠിപ്പിച്ചൊന്നും ഞാൻ മറക്കുമല്ല എന്റെ നമ്പരാലെ. ഞാനൊരു ഡാൻസ് പഠിപ്പിച്ച ഓർമ്മയുണ്ട്, കുങ്കുരു ആണായിട്ട് വേഷമിട്ടിട്ട്. അതിപ്പോഴും മിമിക്രിക്കാര് പറയുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവിടെ നിന്ന് എന്തൊക്കെ ഉണ്ടാക്കിയിരിക്കണേ. ചോദിക്കാനും ഉണ്ട്. ഇതിന്റെ ഇടയിൽ എന്റെ വീട്ടിൽ വന്നുള്ള അനുഭവം അറിയാമല്ലോ. അത് പറയാല്ലേ? പിന്നെ ഞാൻ ആനിയെ കാണാൻ വേണ്ടിട്ട് ഞാനും ബീനയും കൂടി ഒരു ദിവസം ട്രിവാൻഡ്രത്ത് വന്നപ്പോ നമുക്കൊന്ന് ആനിയെ കാണാം. ഒരുപാട് വർഷമായില്ലേ കണ്ടിട്ട്. ഇപ്പൊ മാഗസിനിൽ കുട്ടികളൊക്കെ വെച്ച് ഇന്റർവ്യൂ ഇതൊക്കെ അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. നേരിട്ട് എത്ര വർഷമായി കണ്ടിട്ട്. ആ വന്ന സിനിമ ഇറങ്ങിയ കാലത്തുള്ള ആനി ഇത്ര പോകുന്ന മുടിയുള്ള കൊച്ചിനെ ഞങ്ങൾ കണ്ടത്. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം കാണാൻ പോയി. അങ്ങനെ കാണാൻ പോയി ഞങ്ങൾ ഗേറ്റിന്റെ അവിടെ നിന്ന്, ആനിയുടെ വീടാണോ ഇത്? ഇങ്ങനെ കുറെ നോക്കി. ആനീ അങ്ങനെ വിളിച്ചത് ഞങ്ങള്. ചിത്രാന്നല്ല വിളിച്ചത്, ആനീ എന്ന് വിളിച്ചപ്പം ഒരു ഉടുപ്പ് ഫ്രോക്കൊക്കെ ഇട്ടൊരു മോള് വന്ന് നോക്കി. അമ്മേ 2 പിച്ചക്കാര് വന്നിട്ടുണ്ട്. ആ കുട്ടി കേട്ടത് അമ്മേ അല്ലേ, അവിടെ വന്ന് പറഞ്ഞു അല്ലേ അമ്മേനോട് വന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നിട്ട് വഴക്കം പറഞ്ഞു, നീയൊക്കെ പോയി എന്നതിനാ ഗേറ്റ് തുറന്നതെന്നൊക്കെ ചോദിച്ചു. പിന്നെയല്ലേ കാണുന്നത് ഇത് രണ്ടും കൂടെ വന്ന് എന്തേച്ച് കുഞ്ഞുങ്ങൾക്കൊന്നും മനസ്സിലായ പോലും ഇല്ല. വിളിയോ തനി പിച്ചക്കാരൊക്കെ വിളിക്കുന്നുണ്ട്, അനീ അമ്മേന്ന് വിളിക്കുന്ന കൂട്ടാ വിളിച്ചത്. പക്ഷെ അതിനുശേഷം എനിക്ക് തോന്നുന്നു കുറെ നാളായി, ഞാൻ കുറച്ച് നാളായി വന്നിട്ട് ട്രിവാൻഡ്രത്ത്. അന്നേച്ച് എന്നോട് ഭയങ്കരമായിട്ട് നമ്മുടെ ആറ്റുകാലമ്മയുടെ പൊങ്കാലയെ കുറിച്ചൊക്കെ ചോദിച്ചു. ഞാൻ നാളെ വന്നിടും എന്നൊക്കെ പറഞ്ഞ് ആ കൊല്ലം ഇടുമെന്നൊക്കെ പറഞ്ഞ് പോയിട്ട് 2 പിന്നെ ഒരു അഡ്രസ് തോന്നുന്നുണ്ട്. ട്രിവാൻഡ്രത്ത് ഉണ്ടാവാറുണ്ട് എപ്പോഴും, കാരണം വെച്ചാൽ വർക്ക് ഉള്ളതുകൊണ്ട് ഉണ്ടാവാറുണ്ട്. നമുക്ക് പിന്നെ കംപ്ലീറ്റ്ലി എറണാകുളത്താണ്. റെയറാണ്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഇത് നോക്കാം. ഞാൻ പ്രതീക്ഷിച്ചത് നാടൻ കപ്പയും അല്ലെങ്കിൽ ബീഫ് വരട്ടി. എന്റെ കുഞ്ഞെ, ഞാൻ ഒരു കാര്യം പറയുന്ന കേൾക്കൂ, ഇതെല്ലാം നമ്മൾ ദിവസവും നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന സാധനമല്ലേ. അപ്പൊ അന്നേരം നമ്മൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ടൊക്കെ കഴിച്ചു നോക്കണം. അതാ വേണ്ടത് അല്ലേ? അത് നാളെ ആയാലും നമുക്ക് കപ്പയും മീനും കിട്ടും. പക്ഷെ ഇത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കണമെന്ന് വെച്ചാൽ ഇച്ചിരി നമ്മൾ മടിക്കും, ഒന്നാമത്തെ കാര്യം. അല്ലെങ്കിൽ തന്നെ എരിവും പുളിയും ഒക്കെ ഭയങ്കര കൂടുതലുള്ളതാണ് ഇഷ്ടം. ഇതിന് പക്ഷെ സ്പൈസിനെസ് കൂടുതലില്ല. നാട്ടിൽ ഇരുന്ന് കഴിക്കുന്ന പോലെ കഴിക്കരുത്, എബ്രോഡിൽ പോയി കഴിക്കുന്ന പോലെ കഴിക്കരുത്. അങ്ങനെ ആക്ഷൻസ് അല്ല, നമ്മൾ ആ ടേസ്റ്റും കൂടെ അങ്ങനെ വേണം. അങ്ങനെ വേണം. അപ്പൊ നമ്മള് കത്തി കോലി ഇതൊക്കെ വേണ്ടേ? മല്ലിയിലയുണ്ട് ഇച്ചിരി. പിന്നെ ഒരു ബട്ടറിന്റെ ടേസ്റ്റ് ഉണ്ട്. പിന്നെ കുരുമുളക്, ക്രീം ഇട്ടിട്ടുണ്ട്. ഓ, നോട്ട് ബാഡ്. ഓക്കെ. വേറൊരു അമേരിക്കൻ സംഭവം ചെയ്തിട്ടുണ്ടല്ലോ ഇതിനകത്ത്. ഇതിനകത്ത് ലീവ്സ് ഉണ്ടോ? മോശമല്ല കേട്ടോ ഈ പറഞ്ഞ കൂട്ടെ. നമ്മള് കൺകെട്ട് കുക്കിങ്ങിൽ ഞാനും ഇടിക്കുക. ഈ പറഞ്ഞ പോലെ ഞാനും കുറെ കുക്കറി ഷോ ഒക്കെ കണ്ടു കേട്ടോ. അത് പക്ഷെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. അനി ഈ
കുക്കറി ഷോന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നല്ല മനോഹരമായ കിച്ചൺ. നമുക്ക് ഓടിച്ചാടി നടന്നിരുന്ന് കുക്ക് ചെയ്യാം. നമുക്ക് ഒരു ഇവിടുന്ന് ഇത്ര പൊസിഷൻ നീങ്ങാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല. വിശാലമായ ഷോറൂമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ കുക്ക് ചെയ്യുന്നത് ഇത്രയും ജനലക്ഷങ്ങൾ കാണുന്നല്ലേ, എല്ലാവർക്കും അറിയാം. എല്ലാവരും നമ്മുടെ ടിവിയുടെ മുമ്പിലായിരിക്കും. ഏത് ചാനലിൽ കുക്കറി ഷോ വന്നാലും അല്ലെ, എഴുതിയെടുക്കും, അമ്മച്ചിമാര് പോയി ഉണ്ടാക്കും. അത് കറക്റ്റ് ആയിരിക്കും. അത് കറക്റ്റ് ഇത്രയും പേരെ പറ്റിക്കാൻ പറ്റില്ല. നമ്മൾ കറക്റ്റ് തന്നെ ചെയ്യണം. ഫുഡാണ്, ഫുഡിനോട് കളി പാടില്ല ഒരിക്കലും. പക്ഷെ നമ്മൾ അത് ഉണ്ടാക്കി അത് ടേസ്റ്റ് ചെയ്ത് ടേബിളിന്റെ പുറത്ത് അത് വെച്ച് കഴിയുമ്പോൾ അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യുക എന്ന് പറഞ്ഞ് നമ്മളോട് വെക്കുക ചെയ്യുന്നത്. നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞാൽ കുറുവൊക്കെ എടുത്ത് തിന്ന് അത് ടേസ്റ്റ് ആതൊക്കെ പറയും. അത് ജനങ്ങൾ കാണുന്നില്ലല്ലോ. പക്ഷെ ആനീസ് കിച്ചണിൽ എന്ന് പറഞ്ഞ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഗസ്റ്റുകൾ വന്ന് അതിരുന്ന് അവരുടെ മുമ്പിൽ ഇരിച്ച് കഴിക്കുന്നുണ്ട്. അപ്പൊ ചിലവരെന്റെ അടുത്ത് ചോദിക്കും, തസ്നി ഇതൊക്കെ അത്രയും ഫുഡുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് കൊണ്ടേ തെങ്ങിന്റെ ചോട്ട് കൊണ്ടേ കളയോ? നമ്മൾ അയ്യോ ഫുഡ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നിങ്ങളത് ഞങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്ത് നോക്ക്, ഉണ്ടാക്കി നോക്ക്, അത് കറക്റ്റ് ആയിരിക്കും. അപ്പൊ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഉണ്ടാക്കി നോക്കി കറക്റ്റ് ആണ്. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ എല്ലാവരും ചെയ്യുള്ളൂ. ആരും തട്ടിപ്പ് കാണിക്കില്ല. പക്ഷെ ഇതെന്ന് പറയുന്നത് ആനി ഒരു ഗസ്റ്റിനെയും കൂടി വിളിച്ചത് ടേസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ മധുരം ഒന്ന് കൂടും. ഇഷ്ടപ്പെട്ടു ടേസ്റ്റ്? നല്ല ടേസ്റ്റ് ഉണ്ട്. അധികം എരിവൊന്നും ഇല്ല. പിള്ളേർക്ക് നല്ലല്ലേ? പിള്ളേർക്ക് ഒരു ഇതാ താൻ എടുത്തേക്കുന്നത്. ആദ്യം എനിക്ക് തോന്നുന്നു പപ്പ നല്ലൊരു മജീഷ്യൻ ആയിരുന്നു. അതിൽ കണ്ടായിരിക്കും നമ്മൾക്ക് കൂടുതലും നമ്മുടെ ഉള്ളിലേക്ക് അത് കേറിയിട്ടുണ്ടാവുക. ശരിക്കും ആസ് എ ഫീമെയിൽ നമുക്ക് അതിനോടൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് വരാൻ കാര്യവും താൻ ആ ഒരു ഇത് എടുക്കാൻ ഇല്ല. ഞാൻ മാത്രമല്ല മിമിക്രി ശരിക്കും ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം വലിയ ആവറേജ് സ്റ്റുഡന്റ് അങ്ങനെയൊന്നും പഠിക്കില്ല. സ്കൂളിൽ ടീച്ചേഴ്സൊക്കെ പറയും, പഠിക്കുന്ന കാലത്ത് എല്ലാവരും ഇമിറ്റേറ്റ് ചെയ്യും ടീച്ചേഴ്സിനൊക്കെ. ഒരു മാത്സ് മിസ് പഠിപ്പിച്ചു കഴിഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മിസ് എങ്ങനെയാ മാത്സ് പഠിപ്പിച്ചത് അതുപോലെ ഞാൻ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കും. അപ്പം അടുത്ത മിസ് വരുമ്പോൾ ആരവിടെ ബഹളം ഉണ്ടാക്കിയ തെസ്നികാനാന്ന് പറയും. തെസ്നിയ ക്ലാസ്സിന് പുറത്തു പോകും. എന്താ കാണിച്ചത്? അല്ല ആ മിസ്സിനെ ഇമിറ്റേറ്റ് ചെയ്തത്. ഒരു താനൊന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, താനൊക്കെ വല്ല സിനിമയിൽ പോയി അഭിനയിക്കി എന്നൊക്കെ അന്ന് കളിയാക്കി പറയും. പക്ഷെ നമ്മുടെ മുമ്പിൽ സിനിമ എന്ന് പറഞ്ഞൊരു ലോകം ഇല്ലായിരുന്നു. ഞങ്ങൾ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാള് ഒരു 10ാം ക്ലാസ് കഴിയുക അല്ലെങ്കിൽ +2 പ്രീ ഡിഗ്രി കഴിയുക, കല്യാണം കഴിച്ചു വിടാം, അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ ഫാദർ ഒരു മജീഷ്യൻ ആയതുകൊണ്ട് ഒരുപാട് രാജ്യങ്ങളും ഒരുപാട് സ്റ്റേജിൽ ഒരുപാട് ഞാൻ പ്രോഗ്രാംസിന് കൂടെ അസിസ്റ്റന്റ് ചെയ്യാൻ പോവാറുണ്ട്. ഞങ്ങളെയാണ് വാളിൽ കിടത്താം, വായുവിൽ കിടത്താം, ഹിപ്നോട്ടിസം ചെയ്യാം. ഞാനും മമ്മിയും എൻ്റെ അനിയത്തിയുള്ള ഒരു കുടുംബമാണ്, ഞങ്ങളുടെ മാജിക് കുടുംബമാണ്. ഒരുപാട് സ്റ്റേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കൂളിൽ ഡാൻസ്, മാർഗം കളി, ഒപ്പന, ഫോക്ക് ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ്, എല്ലാത്തിലും ആക്റ്റീവാണ്. അപ്പൊ ടീച്ചേഴ്സിനൊക്കെ അങ്ങനെ പഠിച്ചില്ലെങ്കിലും എന്നെ അങ്ങനെ ചീത്തയൊന്നും പറയില്ല. എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ തെസ്നി യൂത്ത് ഫെസ്റ്റിവലിന് എല്ലാത്തിലും ഉണ്ടല്ലോ എന്നുള്ള ഒരു ഇതുകൊണ്ട് ഒന്നും പറയാറില്ല. സ്കൂളിലും കൂടെ ഒരു ക്രെഡിറ്റ് ആണല്ലോ. 10ാം ക്ലാസ് എത്തിയപ്പോ കളി മാറി. എന്നിട്ടും പഠിക്കണ്ടേ ഞാൻ, എന്നിട്ടും ബോധം വരണ്ടേ. അപ്പൊ കഷ്ടി മുഷ്ടി പാസ്സായി കഴിഞ്ഞപ്പം എൻ്റെ ഫാദർ അന്ന് കലാഭവനിൽ ക്ലാസ് എടുക്കുമായിരുന്നു. ബലച്ചൻ ആയിരുന്നു അന്ന് മാജിക് ക്ലാസ് എടുക്കും. അപ്പൊ പറഞ്ഞു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇനി ഇവളെ കോളേജ് വിട്ട് പഠിപ്പിച്ചിട്ടൊന്നും ഇവള് വലിയ ഒന്നും ആവാൻ പോടില്ല. നല്ല പ്രതീക്ഷയായി. അച്ഛാ എനിക്കൊരു മോളുണ്ടെന്ന് പറഞ്ഞ് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ കൊണ്ടുപോകാലി ഗാനയെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് അവിടുന്ന് ഗാനഭൂഷണം മ്യൂസിക് മെയിൻ എടുത്ത് അതും എടുത്ത് അവിടുത്തെ ഡാൻസ് ട്രൂപ്പിലും ചേർന്ന് അങ്ങനെ കലാപരമായിട്ട് അങ്ങനെ ഇറങ്ങി. അതിന്റെ ഷോ കണ്ടിട്ടാണ് ഡെയ്സി എന്ന് പറഞ്ഞ പടം, പ്രതാപ് പോത്തന്റെ ഡെയ്സി എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ അഭിനയിക്കുന്നത്. അങ്ങനെയാണ് സിനിമാ ലോകം എന്ന് കണ്ടത്. ഞാൻ അവിടെ ആ ട്രൂപ്പ് കലാഭവനിൽ ചെന്നതിന് ശേഷം അവിടുത്തെ ഡാൻസ് പ്രോഗ്രാം കണ്ട് അവിടുത്തെ തോംസൺ ഫിലിംസുകാരുണ്ടായിരുന്നു കാണാൻ ടൗൺ ഹാളിൽ വെച്ചിട്ട്. അപ്പൊ മ്യൂസിക് മെയിൻ എടുത്താ പാടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ട് പഠിക്കാൻ കാരണം വെച്ചാൽ അന്ന് വോക്കൽ, സാൻസ്ക്രിറ്റ് ആൻഡ് വീണ, ഇത് 3 ഉണ്ടായിരുന്നത്. അപ്പൊ വീണൊക്കെ വായിക്കുമായിരുന്നു. ഈ വീണ വായിക്കുന്നത് കൊണ്ട് എനിക്ക് ചെറിയൊരു പ്രയോജനം കിട്ടി. വൈശാലി എന്ന് പറയുന്ന പടത്തില് എന്നെ അന്ന് കാണില്ല, പടം തോഴിയായിട്ട് വീണ വായിക്കുന്ന MT അങ്കിളാണ്, MT വാസുദേവൻ നായർ സാറാണ് എന്നെ അതിലേക്ക് കാസ്റ്റ് ചെയ്തത്. ശരിക്കും ജയറാമേട്ടനൊക്കെ കലാഭവനിൽ ഉണ്ടായിരുന്ന സമയത്തല്ലേ? അതെ. ഞാൻ അവിടെ ചേരുന്ന, ഇതേപോലെ ഞാൻ അവിടെ ചേർന്നില്ല പറഞ്ഞില്ലേ, ഡാൻസ് പ്രോഗ്രാമിൽ ചേർന്ന സമയത്ത് എൻ്റെ കൂടെ അന്ന് ഉണ്ടായത് ജയറാമേട്ടൻ, റഹ്മാൻ ക, പ്രസാദേട്ടൻ, സൈനുദ്ദീൻ ക ഇപ്പൊ ഇല്ല, നമ്മളെ വിട്ടുപോയി, പിന്നെ നാരായണൻകുട്ടി. അങ്ങനല്ല, അതല്ല,
അവരൊക്കെ മിമിക്രി, ഞങ്ങൾ ഡാൻസേഴ്സ് തന്നെ കുറച്ച് 6 പെൺകുട്ടികൾ വേറെ ഉണ്ട്. അപ്പൊ ഇവരുടെ മിമിക്രിയും ഞങ്ങളുടെ ഡാൻസും, മനസ്സിലായോ? ഓക്കെ. അപ്പൊ ആ സമയത്ത് ശരിക്കും അവരുടെ ഒരു എന്താ പറയാ, അവരുമായിട്ടുള്ള ചേർന്ന് അത് ചെയ്യുമ്പോഴും ഒക്കെ നൃത്തത്തിനൊക്കെ ഇവർ സൈഡിൽ ഉണ്ടാവാറുണ്ട്. നമുക്ക് നല്ലൊരു കോൺട്രിബ്യൂഷൻസ് അവരുടെ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെ ആ സമയത്ത് ചാനലൊക്കെ വളരെ കുറവല്ലേ. ആ ടൈമിലാണ് നമ്മുടെ റഹ്മാൻ ക ജോക്സ് ഇന്ത്യ എന്നും പറഞ്ഞൊരു മിമിക്രി കാസറ്റ് കൊണ്ടുവന്നു. അതില് മിമിക്രി പാട്ട്, കോമഡി പാട്ടുകൾ, സ്കിറ്റുകളൊക്കെ അത് ഇവരെ കൂട്ടത്തിൽ തന്നെയാണ് സെലക്ട് ചെയ്തത് റഹ്മാൻ ക ഈ സ്കിറ്റുകൾ ചെയ്യാൻ. അതെ, അങ്ങനെ റഹ്മാൻ കന്റെ ജോക്സ് ഇന്ത്യ കാസറ്റിലൂടെ ഞാൻ വന്നു. അവരുടെ ഭാര്യയായിട്ടും അമ്മൂമ്മയായിട്ടും മുത്തശ്ശിയായിട്ടും പിന്നെ കാമുകിയായിട്ടും മോളായിട്ടൊക്കെ ഞാൻ മാത്രമുണ്ട് അഭിനയിക്കാൻ, വേറെ ആരും ഇല്ല അന്ന് ചെയ്യാൻ. അങ്ങനെ ഒരുപാട് സ്കിറ്റുകൾ ചെയ്തു. പ്രസാദേട്ടൻ ഡയറക്റ്റ് ചെയ്തു, ലാൽ ജോസ് സാർ അന്ന് ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്തു, ദിലീപേട്ടൻ, നാദിർഷ, അവരെല്ലാവരും, ഹരിശ്രീ അശോകൻ, ഞങ്ങളെല്ലാവരും കൂടി സ്കിറ്റ്. ഇതിലും ഇവരുടെ ഭാര്യയും പെങ്ങളും എല്ലാം ഞാൻ തന്നെ, അന്ന് ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് അത് ഈ അമേരിക്കയിലൊക്കെ ഈ കാസറ്റുകൾ വന്നു കഴിഞ്ഞപ്പം അങ്ങനെയാണ് മിമിക്രിക്കാരി എന്നുള്ള രീതിയിൽ ഞാൻ അറിയപ്പെട്ട് തുടങ്ങിയത്. ഓക്കെ. ഇപ്പം ഈ ന്യൂജൻ ഫിലിമില്, അതായത് നമ്മുടെ കാലത്ത് നമ്മൾ ചെയ്തോണ്ടിരുന്ന ആ സമയത്തല്ല, ഇപ്പൊ ന്യൂജൻ എന്ന് പറഞ്ഞാൽ ടോട്ടലി ട്രെൻഡേ മാറിയിരിക്കുമല്ലേ. ശരിക്കും സസ്നി ശരിക്കും പ്ലേസ്ഡ് ആണ് ന്യൂജനിലും. ആ ഒരു ഡിഫറൻസ് ശരിക്കും നാട് ഓടുമ്പോ നടുവേ. ഞാൻ ഒരുപാട് ഇപ്പം 6 വർഷത്തോളമായി ഞാൻ സീരിയൽ ചെയ്തിട്ട്, ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്, ചെയ്യാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ നമുക്ക് പറ്റിയൊരു കഥാപാത്രം ഇല്ലാണ്ട് നമ്മളിപ്പോ സീരിയലിൽ പോയി ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ അതുകൂടാണ്ട് ഞാൻ ലാസ്റ്റ് ചെയ്യുന്നത് അൽഫോൺസാമ എന്ന് പറഞ്ഞ സീരിയൽ ചെയ്ത് കഴിഞ്ഞ് അതിന്റെ ബ്രേക്ക് ആവുന്ന സമയത്താണ് എനിക്ക് പോക്കിരി രാജ എന്ന് പറഞ്ഞ പടത്തിലേക്ക് വരുന്നത്. അപ്പം ഞാനിത് മമ്മൂക്ക പടം, പോക്കിരി രാജ സലീമിന്റെ വൈഫായിട്ട്, പക്ഷെ അത് ഭയങ്കര ഹിറ്റായിരുന്നു ആ പടം കഴിഞ്ഞപ്പോഴാണ് ആ ടീം തന്നെ എനിക്ക് കാര്യസ്ഥൻ എന്ന് പറഞ്ഞൊരു പടം തരുന്നത്. അപ്പം അതും ഭയങ്കര ഹിറ്റായി. പിന്നെ ലാൽ ജോസിന്റെ ഡയമണ്ട് നെക്ലേസ്, അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അനൂപ് മേനോൻ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ പടത്തിലേക്ക് എന്നെ വിളിക്കുന്നത്. ചെറിയൊരു സംഭവമാണ് തസ്നി എന്ന് പറഞ്ഞു. പക്ഷെ ആ ബ്യൂട്ടിഫുൾ ചെയ്തു വന്നപ്പോൾ അത് ഭയങ്കര ക്ലാപ്സ്, കന്യക എന്ന് പറഞ്ഞൊരു കഥാപാത്രമായിരുന്നു എനിക്ക്. അത് ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും. എൻ്റെ ഡയലോഗ്, അവർ തന്ന ഡയലോഗൊക്കെ ആൾക്കാരൊക്കെ ചിരിച്ചെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇവരെന്നെ ട്രിവാൻഡ്രം ലോഡ്ജ് എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. അതിൽ ഈ പേരിൽ എന്നെ കന്യക മേനോൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാരക്ടർ തന്ന്. അത് നല്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അച്ഛൻ്റെ കൂടെ എത്ര സ്റ്റേജ് ഷോസ് ചെയ്തിട്ടുണ്ട്? ഇഷ്ടം പോലെ. അത് എൻ്റെ ഒരു 4 വയസ്സ് മുതലേ ഞാൻ വാളിൽ കിടത്തും ഹിപ്നോട്ടിസം ചെയ്തിട്ട്. 3 വാള് വെച്ച് ഹിപ്നോട്ടിസം ചെയ്തിട്ട് പൊക്കിയിട്ട് എന്നെ വാളിൽ കിടത്തിയിട്ട് 2 വാള് മാറ്റിയിട്ട് ഇങ്ങനെ റിങ് ഇട്ട് കാണിച്ചു കൊടുക്കും, തടസ്സമൊന്നും ഇല്ലാന്ന്. പിന്നെ ഹിപ്നോട്ടിസം ചെയ്തിട്ട് എന്നെ വായുവിൽ കിടത്തും. എന്നെ ഒരു മേശയിൽ കിടത്തി കഴിഞ്ഞാൽ ആ മേശ അങ്ങ് മാറ്റുമ്പോൾ ഞാൻ വായുവിൽ കിടക്കും. അങ്ങനെ 2 ഐറ്റമാണ് എനിക്കുള്ളത്. മമ്മിക്കുള്ള ഐറ്റം എന്താന്ന് വെച്ചാൽ മമ്മിയുടെ നാക്ക് മുറിക്കും. പെണ്ണുങ്ങൾക്ക് ഏറ്റവും ദോഷം നാവാണെന്ന് പറഞ്ഞിട്ട് മമ്മിനെ ഹിപ്നോട്ടിസം ചെയ്തിട്ട് ഇരുത്തും. എൻ്റെ ഈ നാവ് മുറിച്ച് ഓഡിയൻസിന് ചെക്ക് ചെയ്യാൻ കൊടുക്കും, ഇത് ഒറിജിനൽ ആണോ എന്ന്. അത് ബ്ലഡ് സർക്കുലേഷൻ നിർത്തിക്കും, ഹിപ്നോട്ടിസം ചെയ്ത് നിർത്തും, അല്ലെങ്കിൽ ബ്ലഡ് വരില്ലേ. എന്നിട്ടാണ് ഈ നാവ് എല്ലാവരും. അപ്പൊ ഏത് ഷോയ്ക്ക് പോയാലും ഒരു ഡോക്ടറെങ്കിലും ഉണ്ടാവും. ഒരു ഷോയ്ക്ക് ഡോക്ടേഴ്സ് ഉണ്ടോയെന്ന് ചോദിക്കും, ഇത് കറക്റ്റ് നാവാണോ, മനുഷ്യന്റെ നാവാണോ എന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഏതെങ്കിലും ഡോക്ടർമാരുണ്ടാവും, അല്ലെങ്കിൽ മെഡിസിൻ പഠിക്കുന്ന കുട്ടികളുണ്ടാവും, ഈ മെഡിക്കൽ പരമായിട്ട് ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ അവർ വന്ന് ടെസ്റ്റ് ഒറിജിനൽ ആണെന്ന് പറയും. പിന്നെ ആ നാക്ക് ഇങ്ങോട്ട് ഫിറ്റ് ചെയ്തിട്ട് പിന്നെ വീണ്ടും ഹിപ്നോട്ടിസം ചെയ്തിട്ട് മമ്മിയെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ഒരു മാജിക് ചെയ്യും. ശരിക്കും ഇടോ, ഇതൊക്കെ ശരിക്കും നമ്മളിപ്പോ തന്നെ താൻ പറയുമ്പോ തന്നെ ഇത് ഞാൻ ഇങ്ങനെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് മാക്സിമം കേട്ടോണ്ടിരിക്കുവാണ്. ശരിക്കും അത് ഒരു കൺകെട്ട് വിദ്യ എന്നാണ് മാജിക് ശരിക്കും പറയാറ്. അത് ശരിക്കും എന്തെങ്കിലും ഒരു അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടോ? ഇല്ല, എന്റെ ഫാദറിന് ഒരു അബദ്ധം പറ്റിയിട്ട് എനിക്ക് പറ്റിയെന്നല്ലാണ്ട് മാജിക്കിന് വേണ്ടി ജീവിച്ചതാണ്. ആദ്യ വൈഫ് മാജിക്കാന്ന് പറയും, എന്നിട്ടോള് മമ്മി എന്ന് പറയാറുണ്ട് എൻ്റെ അടുത്ത്. അത്രയും മാജിക്കിനോട് ഭയങ്കര. ഇപ്പോഴും ഞാൻ ആ പെട്ടിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് വീട്ടില്, മാജിക് സാധനങ്ങളൊക്കെ അതേപോലെ തന്നെ സെറ്റ് ചെയ്തിട്ട്. പിന്നെ ഞാൻ വലുതായതിന്റെ ശേഷം ഞങ്ങളൊക്കെ വലിയ കുട്ടികളായില്ലേ, അപ്പൊ പിന്നെ പൊക്കാൻ പറ്റുന്നില്ല. കാരണം ഈ മുതുകാട് സാറിനെ പോലെ വലിയ അസിസ്റ്റൻസോ ലൈറ്റ് അറേഞ്ച്മെന്റോ ഒന്നും ഇല്ലാത്ത ഒരു മാജിക്കാണ്. അത് വാഴക്കുന്ന് നമ്പൂതിരിയുടെ ശിഷ്യനാണ് എൻ്റെ ഫാദർ. അപ്പം എന്താ പറയാ, ഇപ്പൊ NN പിള്ളയുടെ നാടകവും കലാനിലയത്തിന്റെ നാടകവും എങ്ങനെയാ നമ്മൾ കാണാം? NN പിള്ളയുടെ നാടകം എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും അത് എന്താ പറയാ, ഒരു കഥ ഒരു വളരെ സിമ്പിൾ ആയിട്ട്. കലാനിലയത്തിന്റെ നാടകം എന്ന് പറയുമ്പോൾ ബും ബും ലൈറ്റ് ഒക്കെ വന്ന് അങ്ങനെ പ്രശ്നം. അതുപോലത്തെ വ്യത്യാസമാണ് മുതുകാട് സാറിന്റെ അങ്ങനത്തെ മാജിക്കും എൻ്റെ ഫാദറിന്റെ മാജിക്ക്. അപ്പൊ ശരിക്കും അച്ഛൻ അത് അങ്ങനെ കൊണ്ടുവരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? സാമ്പത്തികം അത് നോക്കണം. കാരണം ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് ഈ മാജിക് കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു കുടുംബമാണ്. ഞാൻ സിനിമയിലേക്ക് വന്നേ പിന്നെയാണ്
പിന്നെ കുറച്ചെങ്കിലും എന്തെങ്കിലും എൻ്റെ പപ്പയെ സഹായിക്കാനൊക്കെ പറ്റിയത് എനിക്ക്. അപ്പം ആ കിട്ടുന്ന വരുമാനം കൊണ്ട് പഠിപ്പിക്കണം ഒക്കെ ചെയ്യണം. അപ്പോൾ വലിയ അസിസ്റ്റൻസിനെ വെക്കാനോ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് വെക്കാനോ ഒരുപാട് ആഗ്രഹമുണ്ട് എനിക്ക്. ഒരുപാട് ഐറ്റംസ് മേടിച്ച് ഉണ്ടാക്കി അസിസ്റ്റൻസിന് വെച്ച് എനിക്ക് കുറച്ചും കൂടി മാജിക്കും അങ്ങനെ അത്രയും നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ഉള്ളിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനൊക്കെ നമ്മൾ പൈസ വാരി എറിയണം ആദ്യം. അപ്പം അങ്ങനെ ഇല്ലാത്തവർ എന്ത് ചെയ്യും? ഞാൻ അഭിനയിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ലാസ്റ്റ് പടം കാര്യസ്ഥനാണ് പുള്ളി കണ്ടത്. കാര്യസ്ഥൻ പടം കണ്ടു കഴിഞ്ഞ് ഒരു ചിരിയോടുകൂടി ഇറങ്ങിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ജീവിച്ചു പോയിക്കോളൂ അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ സ്ക്രീനിൽ കോമഡി ചെയ്യുന്നതും അഭിനയിക്കുന്നതും ഒക്കെ തന്നെയാണ് എൻ്റെ ഉപ്പച്ചിക്ക് ഇഷ്ടം. പക്ഷെ എന്നാലും തനിക്ക് ആ മാജിക് എന്നുള്ളൊരു അത് എന്ന് പറയുന്നത് ഇപ്പം വല്ല ചാനലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ലിട്ടിലൊക്കെ ഒക്കെ കാണിക്കുക എന്നല്ലാതെ അത് അങ്ങ് മാജിക് എന്ന് പറഞ്ഞ് മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് അങ്ങനെ പിന്നെ ആ ഓർമ്മ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഇല്ല, അതിന് ഇഷ്ടമുണ്ടെങ്കിൽ മതി, ഇത് മാത്രമേ ഉള്ളൂ. എന്റെ ഈ നിർബന്ധമില്ല. പക്ഷെ ഞാനൊരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ ചിലപ്പോ പറഞ്ഞേനെ. അതാണ് ശരിക്കും ദിലീപേട്ടനൊക്കെ കലാഭവനിൽ വരുമ്പോഴത്തേക്ക് ദിലീപേട്ടൻ കലാഭവനിൽ വരുമ്പോഴേക്കൊക്കെ ഞാൻ പോന്നു. കലാഭവൻ മണി വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ പോന്നു. ഓക്കെ, അപ്പൊ അവിടെ ഇങ്ങനെ വെർട്ടിക്കൽ കോഴ്സ് ആണോ? അല്ല മോളെ, കലാഭവനിൽ നിന്ന് കേറി കഴിഞ്ഞ് ചിലവര് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ കലാഭവൻ വിടും. അല്ലെ കലാഭവൻകാരും രക്ഷപ്പെടുത്തുന്നില്ല. അച്ഛൻ ഇന്നാ എന്റെ മകളെ സിനിമയിലെടുത്തോ എന്റെ മോനെ സിനിമയിലെടുത്തോ എന്ന് പറയാറില്ല. അവിടെ വന്ന് എന്തിനെങ്കിലും പ്രോഗ്രാം കാണാം, കാസറ്റ് കാണാം, അങ്ങനെ കാണാം. ചിലപ്പോൾ എന്തെങ്കിലും ഒരു നല്ലൊരു പിടിപാട് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ബേസ് മാത്രം കലാഭവൻ. ശരിക്കും നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും എനിക്ക് പാരയായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ട്? പാരകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പൊ നമുക്കത് അറിയില്ലേ? എനിക്കറിയാം, എനിക്ക് മനസ്സിലാവും അത് എന്റെ ഭാര്യയാണെന്ന്. പക്ഷെ ഞാൻ ആ പാരയോട് ഐഡന്റിഫൈ ചെയ്യും. എന്നിട്ട് നമ്മൾ ഭയങ്കര സ്നേഹം കാണിക്കും, ഇഷ്ടം ഭയങ്കര ആയിട്ട് ഇഷ്ടം കാണിക്കും. എനിക്കറിയാം ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വെച്ച് എനിക്ക് പാര വെച്ചിട്ടുണ്ട് വ്യക്തിയാണ് എൻ്റെ മുമ്പിൽ നിന്ന് തെസ്നി ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുന്നത് എനിക്കറിയാൻ പറ്റും. കാരണം കുറച്ച് മെജീഷ്യൻ്റെ മോളല്ലേ, കുറച്ചൊക്കെ എനിക്ക് സൈക്കോളജി അറിഞ്ഞിരിക്കണമല്ലോ. നമുക്ക് ഒരാളുടെ ഉള്ളു കുറച്ചു നേരം സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരാളുടെ ഉള്ളു കിട്ടും. അത് നമുക്ക് മാജിക്കിൽ നിന്ന് കിട്ടുന്നതാണത്. അപ്പോൾ അറിയാൻ പറ്റും. പക്ഷെ നമ്മൾ കാണിക്കില്ല. കാണിച്ചു കഴിഞ്ഞാൽ അതിലും വലിയ പാരകൾ വരുന്ന അറിയാം നമുക്ക്, അതുകൊണ്ട് കാണിക്കില്ല. അപ്പൊ നമ്മൾ ഭയങ്കര കീനായിരിക്കും ഓരോ കാര്യത്തിന്, ശ്രദ്ധിക്കും. അധികം ശ്രദ്ധിക്കുന്നവർക്കാണ് അബദ്ധം പറ്റാന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് എനിക്ക്. ഒരുപാട് ശ്രദ്ധിച്ചു കഴിയുമ്പോൾ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിക്കൊണ്ടിരിക്കും. ഓക്കെ, എന്തായാലും കുറെ നേരം വിശേഷം ചോദിക്കുന്നു. ബാക്കി ഉപ്പ് നോക്കിയല്ലോ, കഴിച്ചില്ലല്ലോ, അതിന് മറന്നുപോയോ എന്തോ ദൈവമേ. അത് ഇത് മറന്നുപോയി. ഈശ്വര, ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ മറന്നുപോയി. ഇത് ഞാൻ മറന്നുപോയി. ഇത് ജീവിതത്തിൽ സാധാരണ ഞാൻ ഫുഡ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കാലിയാക്കുന്ന ആളാ. അപ്പൊ ഇത് അതുകൊണ്ട് ഞാനിതിങ്ങനെ അനിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ എന്റെ കൊറേ പഴയ കാലത്ത് അങ്ങോട്ട് പോയി ഞാൻ. അപ്പൊ ഇവിടെ മറന്നുപോയി. 10-25-30 വർഷത്തിന്റെ പുറകോട്ട് പോയി. സത്യം. പക്ഷെ രസമല്ല അങ്ങനെ വർത്താനം പറയാം. നീ 5 മിനിറ്റ് ഉണ്ടായിരിക്കും, ഇങ്ങോട്ട് വരും. എന്താണ് 2017 വന്ന് ഇവിടെ ഇരിക്കും, ഇവിടെ ആഹാരം കഴിക്കാം. ആനിയും കൂടി എന്റെ ഒപ്പം കഴിക്കോ? ആനി ഒരിക്കലും ആരുടെ കൂടെ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരു ബ്രെഡെങ്കിലും എടുത്ത് കഴിക്കും. ശരി, ബ്രെഡ് കഴിക്കാൻ കഴിച്ചോളൂ. ആ ബ്രെഡ് കൂട്ടി കഴിക്കും. ഇത് കുട്ടികൾക്കാണ് രസം. ഞാൻ ഉണ്ടാക്കും വീട്ടിൽ പോയിട്ട്. ഇത് ഉറപ്പാണല്ലോ അല്ലേ? ഞങ്ങളെ അറിയിക്കുമല്ലോ. പിന്നെ കുക്ക് ചെയ്യല്ലോ, നന്നായിട്ട് കുക്ക് ചെയ്യും. അത് തെസ്നേച്ചി നന്നായിട്ട് അഭിനയിക്കല്ലോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ പറയും, അയ്യോ ആനി അങ്ങനെ പറയല്ല ആനി, അത് ജനങ്ങളല്ലേ തീരുമാനിക്കുക. തെസ്നേച്ചി നന്നായിട്ട് കുക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം പിന്നെ അത് ഞാൻ ചെയ്യും. അത് പഠിപ്പിച്ച ശരിക്കും അമ്മ മമ്മി നല്ല കുക്കാ. പഠിക്കാതെ എന്നെ കൊണ്ട് ഹിന്ദി റെസിറ്റേഷൻ യൂത്ത് ഫെസ്റ്റിവലിന് ഹിന്ദി, മലയാളം നേരെ പറയുന്നില്ല, അപ്പോഴാണ് ഹിന്ദി. അയ്യോ सबा को मेरा विनीत प्रणाम त्रिपाठी निराला की कविता प्रेक्षकമായി അല്ല ഇത് കേക്ക് ഇത്രയും പറയണം. 2-3 വാക്ക് സംസാരിച്ചിട്ട് വേണം പ്രേക്ഷക. അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു തസ്നികാനെ കൊണ്ട് പറ്റില്ല, തസ്നിക അത്രയും പഠിക്കും. അപ്പം സിസ്റ്റർ പറഞ്ഞു, സിസ്റ്റർ ആന്റോണിയാണ്. സിസ്റ്റർ പറഞ്ഞു തസ്നീമ, എന്നെ തസ്നീമ എന്നാ വിളിക്കാം. തസ്നീമ പഠിക്കും, ആക്ടിംഗ് ഒക്കെ അറിയാവുന്നതുകൊണ്ട് മോണക്റ്റൊക്കെ ഒന്ന് ചെയ്യുന്നല്ലേ, ആക്ടിംഗ് ഒക്കെ അറിയാവുന്നതുകൊണ്ട് സ്റ്റേജിൽ നന്നായിട്ട് അഭിനയിച്ച് പറഞ്ഞോളും. അത് ഭിക്ഷക്കാരൻ്റെയാണേ, അപ്പം എനിക്ക് പറ്റിയതാണ്. അങ്ങനെ പഠിച്ചു. അപ്പം അതിന് മുമ്പ് ഇങ്ങനെ പറയണം നമ്മൾ കയറിയിട്ട്, സഭക്കോ മേര വിനീത് പ്രണാം, അത് സഭയ്ക്ക് എല്ലാവർക്കും നമസ്കാരം. ത്രിപാഠി നിരയാലാക്കി കവിത പ്രേക്ഷക്. ഞാൻ പറയാൻ പോകുന്ന കവിതയുടെ പേര് പ്രേക്ഷക് മേഹ പ്രസ്തുത് കത്തേഹോ, ഇങ്ങനെ പറയണം. ഇത് കറക്റ്റ് ആണെന്ന് ഇതുവരെ എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പം ജഡ്ജീസ് ഒക്കെ ഇങ്ങനെ നോക്കുമല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ട് വേണ്ടത് തുടങ്ങാൻ, നല്ല അഭിനയിച്ചൊക്കെ തുടങ്ങണം. അപ്പം ആകെ 3 പേരേ ഉള്ളൂ ഹിന്ദി റെസിറ്റേഷൻ എന്ന് പങ്കെടുക്കാൻ. ഞാൻ പിന്നെ ഒരു സെൻറ്റ് ജോസഫ് സ്കൂളിലൊരു കുട്ടി, സെൻറ്റ് മേരീസിലെ. അപ്പം ഞാൻ ബാക്കിലെ കുട്ടിയോട് പറഞ്ഞു,
എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്നപ്പോ കൊച്ചി കാണിച്ചു. അല്ല ഇതെന്റെ ശത്രുവല്ലേ, വല്ലവരും ചോദിക്കോ? ഇത് ഭയങ്കര ദേഷ്യം എൻ്റെ അടുത്ത്. ഞാനാണെങ്കിൽ ടൈ ഒക്കെ കെട്ടി മുടിയൊക്കെ രണ്ട് സൈഡ് പിന്നെ മെഡിക്കായിട്ട് ഇങ്ങനെ നിൽക്കാം. അപ്പൊ സിസ്റ്റർ ആന്റോണി അവിടുന്ന് ഞാൻ കയറി സ്റ്റേജിൽ ഇപ്പൊ 3 ജഡ്ജസ് ഇരിക്കുകയാണ്. സഭാ കൊമേര, വിനീത് പ്രണാം. പിന്നെ എനിക്കൊന്നും കിട്ടുന്നില്ല എൻ്റെ പൊന്നു ഹനി. ഇപ്പൊ നമ്മള് മീറ്റർ തഹിക്കണ്ടേ? അപ്പൊ ഞാൻ മിക്കലൊക്കെ ജാതക മുച്ചുക്ക സത്തക സത്തമല ഹസത്തെ കൊത്ത ജഡ്ജസ് ഇങ്ങനെ ഇരിക്കുന്ന ജഡ്ജസ് ഇവര് കേൾക്കാത്തൊരു ഹിന്ദിയോ? ഇത് ഏത് ഹിന്ദി? ഇവരിങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ നോക്ക. അപ്പൊ സിസ്റ്റർ ആന്റോണിയ, ഇതെന്താണ് പറയുന്നത്? ഇത്രയും പറഞ്ഞിട്ട് ഞാൻ പോയം അങ്ങ് ചൊല്ലി. അപ്പൊ അതിൽ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ എനിക്ക് സെക്കൻഡ് കിട്ടി. ഫസ്റ്റ് സെന്റൻസസ് കൊണ്ടുപോയി, കാരണം മറ്റേ ലോക പരാജയമായിരുന്നു. അടുത്തത് ഈ ഐഡിയ ചിലപ്പോൾ സിനിമയിലും പ്രയോഗിക്കും പണ്ടൊക്കെ. കാരണം മോണിറ്റർ ഇല്ലാത്ത കാലത്ത് ഡയലോഗ് മറന്നു കഴിഞ്ഞാല് ചേട്ടൻ പിടിച്ചോട്ടോ നോക്കും. ആ നമുക്ക് അറിഞ്ഞൂടല്ലോ. ഇത് അമ്പിളിച്ചേട്ടോ ഈ സാധനം. ശരിക്കും ഇങ്ങനെ നമുക്ക് ഡയലോഗ് അങ്ങോട്ട് മറന്നു പോയാലോ, അല്ലെങ്കിൽ തന്നെ ചേട്ടൻ വരാൻ പറഞ്ഞിട്ട് എന്താ ചേട്ടാ വരായിരുന്നു, എത്ര നേരം ചേട്ടനെ കാത്തിരിക്കും, ചേട്ടൻ കാപ്പി കുടിക്കണ്ടേ, ഇതായിരിക്കും ഡയലോഗ്. ചിലപ്പം ക്യാമറ ലോങ് ആയിരിക്കും, അറിയില്ല, നമുക്ക് മറന്നു പോലോ. ചേട്ടൻ എന്താ ചേട്ടാ വരാത്തത്? ഇപ്പൊ പിടിക്കും ആനി. ഇപ്പൊ മോണിറ്റർ ഉണ്ട്, ഇപ്പൊ ലിപ്പ് നോക്കും കറക്റ്റ് ആണോ എന്നൊക്കെ. ഈ അടുത്തിപ്പോ എനിക്ക് ഫുക്രിയിൽ സംഭവിച്ചത്, സിദ്ദിഖ് സാർ പിടിച്ചു തന്നെ. ഇങ്ങനെ ഞാൻ ഫുക്രീന്റെ കുറിച്ച് ഇങ്ങനെ ഫുക്രി സുബൈദ നീ അറിഞ്ഞാ അലി ഫുക്രിയുടെ മോൻ നാട്ടിലിറങ്ങിന്ന്. പിന്നെ ബാക്കിയുള്ള കട്ട് ചെയ്ത് പടത്തില്ല, അത് വേറെ കാര്യം. വലിയ ഡയലോഗ് ആയിരുന്നു, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഡയലോഗ് ലെങ്ത് കൂടിയിട്ടാണ് കട്ട് ചെയ്തത്. എൻ്റെ പെർഫോമൻസിലല്ല, അത് കുറേ പടം കുറേ ലെങ്ത് കൂടിയപ്പോൾ അത് കട്ടായി പോയതാണ്. അപ്പം ഈ ബാക്കിയുള്ള ഡയലോഗിൽ പറയുന്നതിൻ്റെ ചെറിയൊരു സാധനം എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ സിദ്ദീഖ് സാറേ മോണിറ്റർ നോക്കിട്ടെ എന്താ പറഞ്ഞത് സാർ ഇങ്ങനെ ഭയങ്കര മീറ്റർ ഒപ്പിച്ചതാണ്. ഇപ്പൊ അത് കറക്റ്റ് ആയിട്ട് അറിയാം അല്ലേ? പറ്റില്ല, ഇപ്പൊ നമ്മുടെ ഒരു ഐഡിയ നടക്കില്ല. ഓക്കെ, പണ്ട് ഈ ക്യാമറയുടെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പേടിയാം. ഇപ്പൊ അതില്ല അല്ലെ? ഇപ്പൊ അതില്ല. ഇപ്പൊ അല്ല അറ്റാക്കാണ് അത് വരുമ്പോ, അത് കേൾക്കുമ്പോ ആക്ഷൻ എന്ന് പറയുമ്പോ ഡയലോഗും കൂടി. ഇപ്പൊ അതൊന്നുമില്ല, ഇപ്പൊ സൈലന്റാ. ഇപ്പൊ എത്ര വേണമെങ്കിലും അഭിനയിക്കാം, കാരണം ഫിലിം ഇല്ലല്ലോ. ലൈഫിൽ ആരെങ്കിലും റോൾ മോഡൽ ആക്കിയിട്ടുണ്ട്? എന്റെ മമ്മി, അത്രേ ഉള്ളു. ഇനിയിപ്പോ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ്? ഇനിയിപ്പോ ഫുക്രി ഇപ്പൊ റിലീസ് ആയിട്ടുണ്ട്. അയാൾ ജീവിച്ചിരിപ്പുണ്ട്. അത് വ്യാസിൻ ഇടവനക്കാടിന്റെ. പിന്നെ ജയറാവേടന്റെ പടം അച്ചായൻസ്. തിരുവനന്തപുരത്തോട്ട് വരാനില്ല. പിന്നെ പ്രേതമുണ്ട് സൂക്ഷിക്കുക. അയ്യോ, അതെന്താവും എനിക്കല്ലാതെ ഇപ്പൊ സിനിമ കഴിഞ്ഞു. അങ്ങനെ വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എന്ത് പ്രേതം ഉണ്ട് സൂക്ഷിക്കാന്ന് പറഞ്ഞിട്ട് ആ പടം ചെയ്യുമ്പോ അങ്ങനെ വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ട്? ഇല്ലില്ല, ആഗ്രഹമില്ല, കോമഡി അല്ലേ. അത് അത്രേ ഉള്ളു ഇപ്പം ചെയ്തിട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പം എന്റെ മുമ്പിൽ ശൂന്യമാണ്. നമ്മൾ അങ്ങനെയാണല്ലോ, നമുക്ക് ഒരുപാട് അങ്ങോട്ടേക്ക് എനിക്ക് ഡേറ്റ് ഇല്ല എന്നൊന്നും പറയാനില്ല. ഡേറ്റ് ഇഷ്ടം പോലെ ഉണ്ട്, ആർക്ക് വേണമെങ്കിലും വിളിക്കാം. ഈ പറഞ്ഞ കൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ ടോട്ടലി ഫിലിമിൽ അങ്ങ് ബിസി അല്ല. നമുക്ക് ഈ ക്യാരക്ടേഴ്സ് അത്രയും ഡെഡിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തസ്നീനെ മറക്കുക, എല്ലാവരും ബിസി അല്ല, എല്ലാവർക്കും അല്ല മറന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ പോയാൽ മതി. ഇങ്ങനെ ഇല്ലെങ്കിലും വലിയ ബിസി അല്ലെങ്കിലും നമുക്ക് ഒന്ന് കഴിഞ്ഞ് ഒന്ന് എന്നാലും പോട്ടോ. നല്ലതല്ലേ ഇങ്ങനെ ഓടി നടന്ന് വർക്ക് ചെയ്യാൻ? 100 എപ്പിസോഡ് കഴിഞ്ഞില്ല ആനീസ് കിച്ചണിൽ. എനിക്ക് വരാൻ പറ്റില്ലല്ലോ, ബിസി ആയതുകൊണ്ട്. എന്ത് അതൊന്നല്ല, ഞാൻ 2-3 മാസമൊക്കെ ഞാൻ ഇതിരുന്ന് കാണുമ്പോ എന്തെന്നെ വിളിക്കാത്തത് ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊക്കെ ഈ തെറ്റിദ്ധാരണയായിരുന്നല്ലോ, തിരുവനന്തപുരത്തൊന്നും കാണുന്നില്ല. അപ്പൊ ടോട്ടലി ബിസി ഇൻ എറണാകുളം. അപ്പൊ നമ്മൾ ബിസി ആയിട്ടുള്ളവരെ നമ്മൾ കൂടെ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. ബിസിയാണ്, അവരെ കിട്ടുമോ കിട്ടില്ലയോ വിളിച്ചു നോക്കൂ. താങ്ക് യു. ഇപ്പൊ വിളിച്ചപ്പോ ഞങ്ങളുടെ വന്നല്ലോ. ഐ എം സോ ഹാപ്പി. താങ്ക് യു വെരി മച്ച്. ഓക്കെ.